അപ്പോൾ 2 പാരസെറ്റാമോൾ ഗുളിക ഞാൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ശർക്കര പെട്ടെന്ന് മണത്തിട്ട് ഉറുമ്പൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗുളികയും നല്ല രീതിയിൽ പൊടിഞ്ഞ് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഉരുളകളാക്കി വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ ആ ടിന്നിനകത്തോട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഗോതമ്പ് പൊടിയാണ്, കുറച്ച് ബിസ്ക്കറ്റും. ഇപ്പോൾ 2 കൂട്ടം ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ സ്വല്പം മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വിനാഗിരിയോ ബേക്കിംഗ് പൗഡറോ ഒന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല. അപ്പം ഒരു സ്വല്പം ബിസ്ക്കറ്റിൻ്റെ പൊടിയും ഗോതമ്പിൻ്റെ പൊടിയും അതേപോലെ തന്നെ ശർക്കരയും പിന്നെ 2 ഗുളികയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ചെറിയ ഉരുളകളാക്കി നമുക്ക് പല്ലി വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം, പാറ്റ വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം, എലി വരുന്ന സ്ഥലത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ 2 ഐറ്റംസാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കി കാണിക്കുന്നത്. അപ്പോൾ ഇത് നല്ലൊരു റിസൾട്ടുള്ള സാധനം തന്നെയാണ്. നമ്മൾ വെച്ച് നോക്കിയിട്ട് പറയുകയാണ്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇതുപോലെ പേപ്പറിനകത്താക്കി നമുക്ക് എവിടെയൊക്കെയാണോ ഓരോ ഉരുളകളാക്കി വെച്ച് കൊടുക്കുക. അതല്ല എങ്കിൽ നമുക്ക് എലിപ്പൊത്തിനകത്ത് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കുക. എന്തായാലും അത് കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എലിയുടെ ശല്യം കുറേ നാളത്തേക്ക് കാണത്തില്ല. കാരണം അതിൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകും കേട്ടോ. ഇത് കഴിച്ച് കഴിയുമ്പോഴത്തേൻ്റെ വയറൊക്കെ കംപ്ലൈൻ്റ് ആകും. പ്രത്യേകിച്ച് ഇതിനകത്ത് ചേർത്ത സാധനത്തിന് മണം അടിച്ചിട്ട് അത് കഴിക്കാതിരിക്കുകയും ചെയ്യില്ല. പല്ലിയാണേലും ഇത് കഴിച്ചിട്ട് അങ്ങ് പോയിക്കോളും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പൊത്തിനകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഉണ്ടോ, നേരത്തെ പൊടിയുണ്ട്, അതിൻ്റെ കൂടെ ഞാൻ ഇതും കൂടെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഏതാണ് ഇഷ്ടമുള്ളത് അത് കഴിച്ചിട്ട് എന്തായാലും അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടും, ഉറപ്പാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.